ഹലോ. ഓൺലൈനിൽ ഏറ്റവും എളുപ്പത്തിൽ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് അറിയാമോ? രണ്ട് വിഭാഗം ആളുകൾക്കാണ്. ഒന്ന് ഓൾറെഡി ഒരു ഷോപ്പായിട്ട് ഇട്ടിരിക്കുന്ന ആളുകൾ, രണ്ട് ഓൾറെഡി എന്തെങ്കിലും ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുന്ന ആളുകൾ. കാരണം അവർക്ക് ഓൾറെഡി പ്രൊഡക്ഷൻ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഒരു ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് എടുത്തു വെച്ചതിന് ശേഷം സംഗതി വിറ്റ് പോകോ ഇല്ലേ എന്നുള്ളത്. ഈ ഒരു പേടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പുറത്ത് ഓൾറെഡി ബിസിനസ് നടത്തുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിറ്റ് പോകോ ഇല്ല എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് നിലവിലില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈനിലേക്ക് ഇറങ്ങിയാൽ മതി. ഓൺലൈനിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ള ഏതൊരു വിഭാഗം ആൻറ്റർപ്രണേഴ്സിനെ കമ്പയർ ചെയ്യാൻ നേരത്ത്, ഏതൊരു വിഭാഗം സംരംഭകരെയും കമ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഓൺലൈനിൽ സെല് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു തുടക്കക്കാരൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്നും തന്നെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എന്തുകൊണ്ട് ഓൺലൈനിൽ സെല് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പുറത്തൊരു ബിസിനസ് ചെയ്യാൻ നേരത്ത്, ഒരു മാർക്കറ്റിൽ ഒരു ബിസിനസ് ചെയ്യാൻ നേരത്ത്, ഉദാഹരണത്തിന് ആ മാർക്കറ്റിൽ 100 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ തുടക്കത്തിൽ അതിലേക്ക് എൻ്റർ ചെയ്യും, നിങ്ങളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. ആ 100 കസ്റ്റമർ മതി നമുക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട്. പക്ഷേ ഒരു പുതിയൊരു കോമ്പറ്റീഷൻ ആ മാർക്കറ്റിലേക്ക് വരണ സമയത്ത് നിങ്ങൾ മത്സരിക്കുന്നതും ആ രണ്ടാമത് വന്ന ആൾ മത്സരിക്കുന്നതും ഈ സെയിം 100 കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അപ്പം തന്നെ ഒരു നിശ്ചിത ശതമാനം കസ്റ്റമേഴ്സ് നിങ്ങളുടെ കോമ്പറ്റീഷൻ്റെ അടുത്തേക്ക് പോകും. ഇനി നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത് ഒരുത്തൻ ആ മാർക്കറ്റിലേക്ക് വരാൻ നേരത്ത് ഈ 3 പേരും മത്സരിക്കുന്നത് ഈ സെയിം 100 കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. മാർക്കറ്റിൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടണില്ല, അതായത് ഡിമാൻഡ് കൂടണില്ല, പക്ഷേ എക്സ്ട്രാ സപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓവർ സപ്ലൈ ആവാൻ നേരത്തെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ അടുത്ത് പോയിട്ട് പറയാം, നിങ്ങൾ രണ്ടുപേരും പൂട്ടണം, ഞാനാണ് ഇവിടെ ആദ്യം വന്നതെന്ന് പറയാം. പക്ഷെ ആ ഓപ്ഷൻ ഇവിടെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്യില്ല, നമുക്ക് അവരോട് പറയാൻ പറ്റില്ല, ലീഗലി അവർക്ക് അത് അലൗഡ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. പുതിയ മാർക്കറ്റ് കണ്ടെത്തി ആ മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്, അവിടെ അന്ന് ഓവർ സപ്ലൈ ഇല്ല, ഇതേപോലെ ഓവർ സപ്ലൈ ഇല്ല. അപ്പം നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗമാണ് പുതിയ മാർക്കറ്റ് കണ്ടെത്തിയിട്ട്, അതായത് സോഷ്യൽ മീഡിയയുടെ അകത്ത് ആ മാർക്കറ്റ് കണ്ടെത്തിയിട്ട് നിങ്ങൾ അവിടെ സെല്ല് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കൽ മാർക്കറ്റിൽ ഈ ജസ്റ്റ് 100 കസ്റ്റമേഴ്സിന് വേണ്ടി പരസ്പരം വില കുറച്ചും പ്രൈസ് വാറിൽ ഏർപ്പെട്ടുമൊക്കെ പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓൺലൈനിലേക്ക് നിങ്ങൾ വരാമെന്നുള്ളതാണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഓൺലൈനിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പുറത്ത് ബിസിനസ് ചെയ്യുമ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കടം കൊടുക്കുക എന്നുള്ളത്. കടം പോകും, ധാരാളമായിട്ട് കടം പോകും. ഈ കടം പോകുമ്പോൾ വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ വർക്കിംഗ് ക്യാപിറ്റൽ അടക്കം പ്രോഫിറ്റോ കിട്ടണില്ല. വർക്കിംഗ് ക്യാപിറ്റൽ അടക്കമുള്ള, അതായത് ആ എൻറ്റിറ്റി, ആ ബിസിനസ് എൻറ്റിറ്റി റൺ ചെയ്ത് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങളുടെ റൂട്ടിൽ സ്റ്റക്കായിട്ട് കിടക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മൾ B2B ചെയ്യുന്ന പല ആളുകൾക്കുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് അവരുടെ ഫണ്ട് സ്റ്റക്കായി കിടക്കുക എന്നുള്ളത്. ഓൺലൈനിൽ നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് പോകാൻ നേരത്ത് ഓൺലൈനിൽ കടന്നു പറഞ്ഞൊരു സിസ്റ്റം ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് വിൽക്കുക, അപ്പം തന്നെ പേയ്മെൻറ്റ്, ഈവൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ വിട്ടാൽ പോലും കസ്റ്റമർ അത് പൊട്ടിച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെയാണ് പല കൊറിയർ കമ്പനികളും എമൗണ്ട് വാങ്ങിച്ചതിന് ശേഷമാണ് കസ്റ്റമറോട് അത് പൊട്ടിക്കാൻ അനുവദിക്കുള്ളൂ. അപ്പോൾ കടം പോണ ഒരു പ്രശ്നവും ഈ ഓൺലൈനിൽ ഇല്ല എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ ഓൺലൈനിൽ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിലൂടെ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ തുകയൊന്നും മുടക്കണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ നേരത്ത് എന്താ പറയുക, ചില സമയത്ത് 1 രൂപ പോലും നിങ്ങൾക്ക് അവിടെ ചിലവില്ല. ഞാൻ പറയണ പെയ്ഡ് ആഡിന് കാശ് കൊടുക്കണ്ട എന്നുള്ള രീതിയിലല്ല പറയണത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പുറത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഒരു 1 ലക്ഷം കസ്റ്റമേഴ്സിലേക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആഡ് എത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഫണ്ട് മുടക്കേണ്ടതായിട്ട് വരും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാനായിട്ട് സാധിക്കും. അതൊരു ബെനിഫിറ്റാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാൻ നേരത്ത്. ഇനി മറ്റൊരു ഗുണമാണ് സോഷ്യൽ മീഡിയയിൽ വിൽക്കുമ്പോൾ ഉള്ളത് കൺവീനിയൻസ് എന്ന് പറയും. കസ്റ്റമേഴ്സിൻ്റെയും നിങ്ങളുടെയും കൺവീനിയൻസ്, സൗകര്യം പോലെ അവർക്ക് പതിയെ കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞായറാഴ്ച ദിവസം നിങ്ങൾ ഷോപ്പ് തുറക്കണില്ല, ഷോപ്പ് തുറന്നില്ലെങ്കിൽ അന്ന് സെയിലൊന്നും നടക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഷോപ്പ് അടച്ചിട്ട് പോയി, ആ യൂണിറ്റ് പ്രവർത്തിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സന്ദർഭം വരാൻ നേരത്ത് നിങ്ങൾ ഓൺലൈനിന് പുറത്താണെങ്കിൽ അവിടെ സെയിലൊന്നും നടക്കില്ല. എന്നാൽ ഓൺലൈനിലാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും അവർക്ക് അവരുടെ സൗകര്യം പോലെ പ്രൊഡക്റ്റ് എല്ലാം കണ്ട്, പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഈ ഹോളിഡേയ്സിൽ പോലും പർച്ചേസ് ചെയ്യാം. പിന്നെ ടൈമിന് വലിയ ഇതില്ല. നിങ്ങളിപ്പോൾ 5 മണി മുതൽ 6 മണി വരെയാണ് ഷോപ്പ് തുറന്നിരിക്കണതെന്ന് വിചാരിക്കുക.
അപ്പോൾ അതിനുശേഷം ഷോപ്പ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് വേറെ സെയിലൊന്നും നടക്കണില്ല. ഓൺലൈനിൽ ആ പ്രശ്നമല്ല. 10 മണി വരെ 12 മണി വരെ ഇനി പ്രവാസികൾ പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്യും. ഇപ്പോൾ ഒരു ഷോപ്പാണെങ്കിൽ അവിടെ ഒരു പ്രവാസി, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ എന്തായാലും ഒരു ഷോപ്പിൽ വന്ന് ഏതായാലും അവർ പർച്ചേസ് ചെയ്യില്ല. പക്ഷേ ഓൺലൈനിൽ നിങ്ങളുടെ വീഡിയോസും മറ്റ് പോസ്റ്ററുകളെല്ലാം കാണാൻ നേരത്ത് ഈവൻ പ്രവാസികൾ പോലും അവരുടെ വീട്ട് അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ അടുത്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്യും. ഞാനിതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആ ഉദാഹരണം പറഞ്ഞ പോലെ ആ 100 കസ്റ്റമറിന് വേണ്ടിയിട്ട് എല്ലാവരും മത്സരിക്കുന്നതിന് പകരം വലിയ മാർക്കറ്റ് കണ്ടെത്തി അവിടെ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിലേക്ക് എത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ധാരാളം ആളുകൾ ഓൾറെഡി ഓൺലൈനിൽ ഇറങ്ങി വലിയ റിസൾട്ടൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവർ ഓൺലൈനിൽ ബിസിനസ് ചെയ്യണത്. പലരും ഓൺലൈനിൽ നിന്ന് പറയാൻ നേരത്ത് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ വിൽക്കുന്നതിനെ പറ്റിയിട്ടാണ്. അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മാനുഫാക്ചേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ അവിടെ മത്സരിക്കാനുണ്ട് നിങ്ങളുമായിട്ട്. അവർ മാനുഫാക്ചേഴ്സാണ്. അവരുടെ ലാഭം മാത്രം എടുത്തിട്ട് അവർക്ക് ആമസോണിൽ വിൽക്കാൻ പറ്റും. എന്നാൽ അതേസമയം നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് എടുത്ത് ഏതെങ്കിലും ഒരു മാനുഫാക്ചറുടെ അടുത്തുനിന്ന് എടുത്ത് 2-3 ആളുടെ കൈ മറിഞ്ഞൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് അതിനൊരു പ്രൈസ് ഇട്ട് നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വിൽക്കാൻ നേരത്ത് നിങ്ങളുടെ വില ഓൾറെഡി അത് വിൽക്കുന്ന ആളുകളെക്കാളും മേളിലായിരിക്കും, ടോപ്പിലായിരിക്കും, പ്രൈസ് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു കസ്റ്റമർ വന്ന് ഇതിൽ നോക്കാൻ നേരത്ത് രണ്ടും സെയിം പ്രൊഡക്റ്റ്, ഏറ്റവും വില കുറഞ്ഞ ഏത് പ്രൊഡക്റ്റ് ആണോ, ഏറ്റവും വില കുറഞ്ഞ് വിൽക്കണ ഏത് സെല്ലറാണോ ആ സെല്ലറുടെ അടുത്തു നിന്നാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. പിന്നെ മറ്റൊരു വിഭാഗം ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യണ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടാണ്, ആഡ് കൊടുത്തിട്ട്, ടാർഗറ്റഡ് ആഡ് കൊടുത്തിട്ടാണ്. ഇവിടെ തന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു യൂണിറ്റ് സെല്ല് ചെയ്ത് പോകാൻ നേരത്ത് ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാഭം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും നഷ്ടമായിട്ട് വരും. പിന്നെ വേറൊരു വിഭാഗം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടാക്കി, വെബ്സൈറ്റ് എല്ലാം ഉണ്ടാക്കി, ഈ ആപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ മൊബൈൽ ആപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അധികം ആളുകളും അവർക്ക് വളരെ അത്യാവശ്യം വേണ്ട മൊബൈൽ ആപ്ലിക്കേഷൻസ് മാത്രമാണ് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ അതിൽ പലരും കേട്ടിട്ട് പോലും ഇല്ല. അതിൽ കയറിയൊക്കെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചിങ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകൾ അത് ഇൻസ്റ്റാൾ ചെയ്യില്ല. ഈവൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ അത് അത്യാവശ്യമില്ലാന്ന് കാണാൻ നേരത്തെ അവരത് അൺഇൻസ്റ്റാൾ ചെയ്തോളൂ. പിന്നെ വെബ്സൈറ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല, അതിലേക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ വേറെ പരസ്യം ചെയ്യണം. ഇതൊന്നുമല്ല ബെസ്റ്റ് മെത്തേഡ് ഓൺലൈനിൽ വിൽക്കാൻ പറ്റണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ശരിക്കും വിൽക്കേണ്ടത്. ഇത് പലർക്കും അറിയില്ല. ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കണമെന്നുണ്ട്, ഓൺലൈനിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം, എങ്ങനെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ വിൽക്കണം, വിറ്റ കസ്റ്റമർക്ക് വീണ്ടും എങ്ങനെ വിൽക്കണം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാം.